കുരിശ് കണ്ട പ്രേതം പോലെയാ. ഒരു ദിവസമാണെങ്കിൽ ഞാൻ ലീവ് വരെ എടുത്തിട്ട് ഇവനെ പഠിപ്പിക്കായിരുന്നു, വെറുതെ ആയിപ്പോയി. അവൻ എന്ത് ചെയ്ത് എന്നെ അടുത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കില്ല. അപ്പൊ അതുപോലൊക്കെ തന്നെ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോകും, അറിയാം. ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല ഞാൻ മൂക്കില് പിടിക്കുന്നത്. ചേട്ടൻ ആരാദ്യം ഈ 5 സിപ്പ് തീർക്കും നോക്കാം. പരമാവധി ആരാദ്യം കൂടുതൽ. അപ്പൊ തീർക്കണവർക്ക് എന്തെങ്കിലും സമ്മാനം വേണല്ലോ. തീർക്കുന്നവർക്ക് നാളെ ഒന്നിരിക്കട്ടെ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ? വയസ്സും പ്രായവും വയസ്സ് 40 ആയില്ലേ? അതനുസരിച്ച് പ്രായം കൂടിയില്ലേ? ിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. ഞാൻ കടയിൽ തന്നെയാണ് കേട്ടോ. ചേട്ടൻ എന്നെ കട ഏൽപ്പിച്ചിട്ട് ചേട്ടൻ അപ്പുറത്തേക്കൊക്കെ ആയിട്ട് പോയി. ഇപ്പം എല്ലാവരും പറയും കടയിലൊക്കെ വന്ന് നിൽക്കാതെ വീട്ടിൽ പോയി കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ കടയിൽ വന്ന് നിൽക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്നറിയാവോ? കാരണം എന്നെ കട ഏൽപ്പിച്ചിട്ട് ചേട്ടൻ വേറെ പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറും. അല്ലെങ്കിൽ കട താത്തിയിട്ടിട്ടേ പോകത്തോളെ. കട പകുതി ഷട്ടറങ്ങ് താത്തിയിട്ടിട്ട് പോകും. ഞാനുണ്ടെങ്കിൽ പിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടങ്ങ് പോവുകയാണെങ്കിൽ അത്യാവശ്യം വരുന്നവർക്ക് എടുത്തു കൊടുക്കാനൊക്കെ ഇപ്പം അത്യാവശ്യമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വലിയ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം. ഇവിടെ കുൾബാർ കൂടി ആയതുകൊണ്ട് ചായയുണ്ട്, പലഹാരങ്ങളുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ വെള്ളമുണ്ട്, ഫ്രഷ് ലൈമുണ്ട്, അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കാൻ നമ്മൾ വീട്ടിൽ 1-2 പേർക്ക്, ഇവിടെ വലിയ ചിലവൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 4 പേര് കൂടുതലൊന്നും ഒരുമിച്ചൊന്നും അങ്ങനെ വരാറൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോകും, അറിയാം. അപ്പം അതാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ വൈകുന്നേരം നമ്മൾ നൈറ്റിന് കപ്പ പുഴുങ്ങാന്നുള്ള പ്ലാനിങ്. നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ പുഴുങ്ങാനാവുമ്പോൾ നമ്മൾ ചേട്ടൻ പോയി പച്ചക്കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ ചെന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയമാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കപ്പയെല്ലാം ഇവിടെ വെച്ച് തന്നെ കുറച്ച് നുറുക്കി കഴുകി വാരി ഇവിടെ വലിയൊരു പാത്രമൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ട് ആ പാത്രം എവിടെ നിന്ന് വലിച്ചടിച്ചെന്ന് അറിയില്ല, അടിയിലെങ്ങാടുന്ന് എടുത്തേ. അപ്പോൾ ആ പാത്രം എടുത്ത് അതിലേക്ക് കപ്പയിട്ട് കഴുകിയൊക്കെ ഇട്ട് ഞാൻ വേസ്റ്റ് ഇതായിരിക്കുന്നതാണ് കേട്ടോ. അതിനിപ്പോൾ ഇവിടെ ഫുഡ് വേസ്റ്റ് കളയുന്ന കൂട്ടത്തിൽ തന്നെ മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചേട്ടനാണെങ്കിൽ അപ്പുറത്തേക്ക് എവിടേക്കോ പോയതാണ്. അപ്പോൾ ഇന്ന് നമ്മളെടുത്തുകൊണ്ട് വന്ന പലഹാരങ്ങൾ കുറേ എല്ലാം തീർന്ന് ഇനി കുറച്ചുകൂടെ എങ്ങാണ്ടേ ഉള്ളൂ. ബോണ്ട, സുവിയൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഇപ്പം നിലവിൽ ഉള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്നിരുന്ന് മടുത്ത് കുറച്ച് നേരമൊക്കെ മൊബൈലൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ അങ്ങ് കുത്തിയിട്ടതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കാവേ എന്താ ഉള്ളതെന്ന്. ഞാൻ കപ്പ കൊത്തി നുറുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് വേണ്ട. ആദ്യമേ തന്നെ പറയാം, ആരെങ്കിലും കസ്റ്റമേഴ്സ് വന്നാൽ ഞാൻ വീഡിയോ കട്ടാക്കും കേട്ടോ. അപ്പോൾ ആർക്കും ഒന്നും തോന്നരുത്. പിന്നെ കടയുടെ അടുത്തായതുകൊണ്ടാണ് ഇത്ര നോയ്സൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ബോണ്ടയുണ്ട്, സുഖിയനുണ്ട്, നെയ്യപ്പമുണ്ട്, പത്തിരിയുണ്ട്, കൊഴുക്കട്ടയുണ്ട്, ഇതെല്ലാം ഇനി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ചേട്ടനാണ് അദ്ദേഹം നിൽക്കുന്നത്. പുറത്തെ ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് പോയതാണ്. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ചൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ, മാറിപ്പോകും. അങ്ങനെ ഇട്ടത് കറക്റ്റാണ് കേട്ടോ. ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോകുവേ. പിന്നെ വീട്ടിൽ ചെല്ലണം. കപ്പയുണ്ട്, മീനുണ്ട്. കപ്പ അപ്പം ഇതാകുമ്പോൾ നേരെ പോയി കുക്കറിലേക്ക് വെക്കുക, വാട്ടിയെടുക്കുക, വേഗം പുഴുങ്ങുക. അപ്പോൾ നമുക്ക് തേങ്ങ ഒരെണ്ണം പൊതിക്കേണ്ട വരും കപ്പ പുഴുങ്ങാനായിട്ട്. പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് പപ്പടവട. ഇന്ന് പോകുമ്പോൾ ഒരു പപ്പടവട എടുത്തുകൊണ്ട് പോകണം. പിന്നെ ഞാൻ മറ്റേ പേപ്പർ വാല്യുവേഷന് പോയപ്പോൾ ഞാൻ കടല എടുത്തുകൊണ്ട് പോയി അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിക്കേണ്ട വന്നില്ല, കാരണം തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ഇതാ മിച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പപ്പടവട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോ കാര്യങ്ങളും. പിന്നെ ആൻസൂട്ടന് ഇന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് എടുത്തുകൊണ്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം അതെടുത്ത് വെക്കണം. എന്തോ എടുത്ത് വെക്കണ്ടേ? ഇതെടുത്തോണ്ട് പോയാലോ? ഗുഡ്ഡേ പിങ്ക് ഗുഡ്ഡേ നല്ലതല്ലേ? ഒരു ഗുഡ്ഡേ കൊണ്ട് കൊടുക്കാം. നാളെ സ്നാക്സായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ.
ഗുഡ്ഡയുടെ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കാം. ഇന്നലെ കൊണ്ടുപോയത് മിനിഞ്ഞാന്നാണ് കൊണ്ടുപോയത്, ഓറിയോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നല്ല 30 രൂപയുടെ ഈ ഓറിയോയാണ് കൊണ്ടുപോയത്. അതിനത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബിസ്ക്കറ്റൊന്നും അധികം കൊള്ളത്തില്ല. വെക്കാന്നൊക്കെ വെച്ചത് എന്നാന്ന് വെച്ചാൽ അവന് സ്കൂളിൽ എക്സാമൊക്കെ കഴിഞ്ഞ് നാളെ അവൻ്റെ എക്സാം തീരും. അപ്പോൾ എക്സാം കഴിഞ്ഞ് 2 മണിയാവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ബസ്സിലിരിക്കുമ്പോൾ വിശക്കൂല. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ടേ. പിന്നെ ഞാൻ ചെന്നിരുന്നാലും ഞാൻ പഠിപ്പിക്കണമെന്ന് അവനിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എന്നോട് അടുത്തിരിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് വായിച്ച് പഠിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി അടുത്തിരിക്കേണ്ട കാര്യം വരുന്നില്ല. ഒരു ദിവസമാണെങ്കിൽ ഞാൻ ലീവ് വരെ എടുത്തിട്ട് ഇവനെ പഠിപ്പിക്കാതിരുന്നു. വെറുതെ ആയിപ്പോയി. അവൻ എന്ത് ചെയ്ത് എന്നെ അടുത്തേക്ക് അടുപ്പിക്കത്തില്ല. പ്രേതത്തിനെ കണ്ട കുരിശ് കണ്ട പ്രേതം പോലെയാണ്. സാത്താൻ കുരിശ് കാണുമെന്ന് അറിയില്ല, അതുപോലെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവനെ പഠിപ്പിക്കാനിരിക്കാത്തത്. പിന്നെ അവനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം മാത്സിൻ്റെ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭിന്നസംഖ്യ എന്നുള്ള സംഭവമൊക്കെ ഇല്ലേ, 1/2 പോലെയുള്ള അതൊക്കെ ചെയ്യാനുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞപ്പം അവൻ എന്നോട് വന്ന് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് മറന്നുപോയായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നല്ലാതെ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ വന്നിരിക്കുന്ന ആ കൊച്ചിന് ഇഷ്ടമല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. ബാക്കി വിശേഷം നമുക്ക് വീട്ടിൽ പോയി കാണാം. ഇവിടെ ഭയങ്കര നോയ്സാണ്, സൗണ്ട് ഭയങ്കരമായിട്ടേ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മൊബൈൽ എടുക്കാനായിട്ട് സെറ്റ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ചേട്ടൻ്റെ ഫോണാണ്. ചേട്ടൻ്റെ ഫോണിന് നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. എൻ്റെ ഫോണിനാണ് ഡിസ്പ്ലേ എല്ലാം പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഫോൺ നോക്കി നമ്മുടെ സാംസങ് അൾട്രയാണ് നോക്കിയത്. 20S25 ഇപ്പം ന്യൂ മോഡലിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, 130. പിന്നെ അപ്പോൾ ഇന്ന് സ്റ്റുഡൻസൊക്കെ എന്നോട് പറഞ്ഞു ആദ്യം S25നേക്കാൾ ബെറ്റർ 24 ആണ്, അതൊരു 110 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചേട്ടനാണെങ്കിൽ അതെന്നാൽ പിന്നെ അതെടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിയുമ്പം ഞാൻ എൻ്റെ ഫോണിൽ പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ എടുക്കാം. മറ്റേ ക്ലാരിറ്റി കുറവ് കാരണമേ ഇപ്പോൾ എല്ലാവർക്കും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാരിറ്റിയുടെ ഒരു പ്രോബ്ലമൊക്കെ. പിന്നെ ഞാൻ വീഡിയോ പാണ്ടയിലിട്ട് MB കുറച്ചെടുക്കുമ്പോഴത്തേക്കും ക്ലാരിറ്റി കുറച്ചൊക്കെ പോകുന്നുണ്ട്. കാരണം അതിൽ കൊടുത്തിരിക്കുന്ന അത്ര MBയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് നമ്മുടെ ഐഡിയയിലും BSNLൊക്കെ ആകെ ടോട്ടൽ 3 GB ഒക്കെ ആയിരിക്കും വരിക. ഒരു വീഡിയോയ്ക്ക് തന്നെ വരും 2 GB കൂടുതൽ വരും വീഡിയോ. അപ്പോൾ അത് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സമയമോ എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതാ ഇവിടെ ഒരാൾ വന്നെന്നറിയാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് നോക്കി ഇടയ്ക്കിടയ്ക്ക് കപ്പയൊക്കെ എടുത്ത് തിന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കുന്ന വ്യക്തിക്ക് ഇടയ്ക്ക് നടുവേദനയൊക്കെ ആയിരുന്നേ. ഇത് രാവിലെ എണീറ്റ് ഞാനാണെങ്കിൽ നല്ലൊരു മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്തുനിന്ന് മരുന്നൊക്കെ കഴിച്ചു. ഓടിപ്പാഞ്ഞ് ഇങ്ങനെ നടക്കും, അതുകൊണ്ടാണ് നടുവേദന. പിന്നെ 2 വീലർ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ചെയറിൻ്റെ കാണാം, ചെയറിൽ അങ്ങനെ ഇരിക്കണതിൻ്റെ കാണും. അപ്പം ഈ സൂക്ഷിച്ച് നോക്കുന്ന ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ? ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല ഞാൻ മൂക്കിൽ പിടിക്കുന്നത്. ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല മൂക്കി പിടിക്കും, വേദന എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ അനങ്ങരുത്, അനങ്ങുമ്പോൾ മൂക്കി പിടിക്കാൻ വരുന്നത് കണ്ണിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊള്ളുന്നത്. അവിടെ തണുത്തായിരുന്നോ? ഐസായില്ലേ? അത് ഞാനിപ്പോൾ കൊണ്ടുവച്ചു. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. സുഹൃത്തുക്കളെ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഞാൻ കപ്പ നേരെ വാട്ടാനായിട്ട് ഇട്ടു. പിന്നെ കപ്പയ്ക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു. കുക്കറിലിട്ട കപ്പ അങ്ങ് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കുമായത്. പിന്നെ കൂടുതൽ മെനക്കെടാനൊന്നും നിന്നില്ല, എളുപ്പ വഴി. ഞാൻ പുറത്തതല്ല സഹോ, ഞാൻ വീഡിയോ പിടിച്ചതാണ്. ചേട്ടനാണെങ്കിൽ പൂച്ചക്ക് ഇതെല്ലാം കഴുകാൻ വച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. ചേട്ടനാണെങ്കിൽ ഈ പൂച്ചക്കുഞ്ഞിന് തീറ്റ കൊടുക്കാനായിട്ട് പോയതാണ്. അപ്പം നമ്മുടെ കപ്പ ഇവിടെ സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞാൽ പിന്നെ അതിന് വേറൊരു അപ്പീലും ഇല്ല. അപ്പം നമ്മുടെ മീൻകറി അപ്പുറത്തിരിക്കുക. ഹായൊക്കെ നേരത്തെ കൊടുത്തതാ. ആൻസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. മീൻകറി നമ്മൾ വേവിക്കാൻ വെച്ച് കപ്പ പുഴുങ്ങി ചേട്ടൻ ഇളക്കി വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻകറി ഞാനിപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചുമ്മാ ഒരു ചലഞ്ച്, ഞങ്ങൾ കടയിലിരുന്നപ്പം ഞങ്ങൾക്ക് തോന്നിയ ചുമ്മാ ഒരു ഐഡിയ ആണ് കേട്ടോ. ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സിപ്പപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കണ സിപ്പപ്പാണ് കേട്ടോ. ആവി എന്ന് വെച്ചാൽ നീരാവി. നമ്മളിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തേ ഉള്ളു. ആ സിപ്പപ്പ് നമ്മൾ ഓരോരുത്തർക്കും നമ്മളിവിടെ ഓരോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ എല്ലാവർക്കും ഉണ്ട്. ഇതാ
എന്നാലും ചേട്ടനെ കാണൂല. ഇല്ലേ ഞാൻ കുഞ്ഞിരിക്കാം ഇങ്ങനെ. എന്നാ എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടോ? ഓ പിന്നെ ചേട്ടൻ ഭയങ്കര പുലിയല്ലേ. ഓ ഇല്ലേ അപ്പൊ നമ്മള് 3 പേരും കൂടെ ഉള്ള ഒരു ചലഞ്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് എത്ര സിപ്പപ്പ് ഉണ്ടെന്ന് നോക്കാം. തുടങ്ങാമോ ഒപ്പം തന്നെ? ഇല്ല ഒപ്പം. ഓ അങ്ങനെയോ? ഓ ആ ഇവിടൊക്കെ നേരത്തെ തന്നെ തുടങ്ങാൻ നോക്കണം കള്ള ചെറുക്കൻ. കിട്ടിയോ? നിനക്കിത് വേണോ? അപ്പൊ നമുക്ക് എന്റെ പ്ലേറ്റില് 5 സിപ്പപ്പ് ഉണ്ട് കേട്ടോ. എന്റെ പ്ലേറ്റിലും ഉണ്ടോ? 5 1 2 3 4 5 സിപ്പപ്പ് ഉണ്ട്. അപ്പൊ ഇതില് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിപ്പപ്പ് മുഴുവൻ തിന്നിട്ടേ അടുത്ത സിപ്പപ്പ് എടുക്കാൻ പാടുള്ളൂ. കണ്ടിക്കാൻ പാടില്ല. അതുപോലെ കത്തിയോ കത്രികയോ ഒന്നും ഉപയോഗിച്ച് സിപ്പപ്പിന്റെ കവറ് കണ്ടിച്ചെടുക്കാനൊന്നും പാടില്ല. നമ്മൾ പല്ല് ഉപയോഗിച്ച് തന്നെ കടിച്ചു പറിക്കണം. പല്ലോ നഖമൊക്കെ ഉപയോഗിക്കാം. ഒരേ സമയം വേണം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ എടുക്കണതൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് എടുക്കാം. നീ വെള്ളമൊക്കെ എടുത്തേണം. കണ്ടിക്കാൻ പറ്റില്ല. ഇല്ലില്ല, കത്തിയൊന്നും പാടില്ല. അപ്പൊ ആരാദ്യം ഈ 5 സിപ്പപ്പ് തീർക്കും നോക്കാം. പരമാവധി ആരാദ്യം കൂടുതൽ. അപ്പൊ തീർക്കണവർക്ക് എന്തെങ്കിലും സമ്മാനം വേണല്ലോ. തീർക്കുന്നവർക്ക് നാളെ ഒരു ചോക്കോബാർ സമ്മാനം. ചേട്ടനാണെങ്കിലോ ആദ്യം തീർക്കണേ ചോക്കോബാർ കുപ്പി വേണ്ട. ഞങ്ങളെ ഏകദേശം ചലഞ്ച് പറഞ്ഞപ്പോ ചേട്ടന്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ട് കടയിലുള്ളത് പറയാം നമുക്ക് എന്നാ പിന്നെ വെള്ളം കൂടി പോലെ ശ്രമിച്ചാലോ. ഞാൻ പറഞ്ഞ പനങ്ങൾ മേടിക്കുക. പനങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടം ഉണ്ടല്ലോ, കുടത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പദം ഇങ്ങനെ നിൽക്കില്ല. അപ്പൊ നിറഞ്ഞിരിക്കുമ്പോ ഈ പഴയ കാലത്ത് ഇതുമില്ല. അപ്പൊ അത് നല്ല ഭംഗിയുള്ള അത് കഴിക്കാന്നുള്ളതായിരുന്നു പനന്ന് നേരെ ഇറക്കുന്ന കളവ്. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എടുത്തു പിടിച്ചോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ധൃതി കൂട്ടാതെ പിന്നെ ജയിക്കാൻ പറ്റുമോ? അല്ല ആദ്യം തീർക്കുന്നവർക്ക് സമ്മാനം. ചേട്ടാ തീർത്തു. ഇതന്നെ ആൻസൂട്ടിനെ പറഞ്ഞ ഫിനിഷ് ചെയ്തു. ഞാൻ തോറ്റ. കപ്പ കഴിക്കാനുണ്ട്. കപ്പ മീനും ആയിട്ടേ ഉള്ളു. അത് പോക്ക. ആ വേല പറ്റില്ല. കുട്ടിക്ക് വെള്ളമായിട്ട് ഊറ്റി കുടിക്കാൻ പറ്റൊന്നുമില്ല. അയ്യടാ. പിന്നെ ഞാനൊന്ന് നാളെ ജലദോഷം വന്നാ ചേട്ടൻ ഞങ്ങളെല്ലാം പെറുക്കിയിട്ടുണ്ട് ആശുപത്രിയിൽ. അപ്പൊ എനിക്കൂടെ വന്നാലോ? നമ്മളെല്ലാരും കണ്ട് ടാക്സ് വിളിക്കടാ.
ഞാൻ തോറ്റ. ഓ പ്ലാസ്റ്റിക് ഒക്കെ ഇറങ്ങി പോയോ? ചാക്കിന് ഓർമ്മയോടെയുള്ളോ? പപ്പ ജയിച്ചു. ഇത് പറ്റില്ല, നല്ലോണം കുടിച്ച്. അത് പിന്നെ കളിയാ തൊക്കാറില്ല. അടിയിലുണ്ടെങ്കിൽ ഇവിടെ അതല്ല എന്റെ വയ്ക്കുക. എന്റെ ക്ലിയർ ഞാൻ അമ്മയുടെ കണ്ടോ ഞാനാ ഇത് ക്ലിയർ ആയിട്ടുള്ളൂ. പല്ലിന് മോശിലാണ് ഇത് മുറിയുന്നില്ല. മധുരം കുറവായിരുന്നു കേട്ടോ. നാക്കല മരച്ചിരിക്കാം. ശരിയാ ഇവിടെ ഒരാളെ ആദ്യം പറഞ്ഞു ഞാൻ ആദ്യം തീർക്കുള്ളൂ, ഞാൻ സമയത്ത് മേടിക്കും. ഇപ്പൊ കണ്ട ഉരുളാണല്ലോ അവിടെ കണ്ട് ഞാൻ ആസ്വദിച്ച് എന്തും കഴിക്കാവൂ. മനഃപൂർവ്വം ജയിപ്പിച്ചതാണോ? വേണമെങ്കിൽ പപ്പയ്ക്ക് ജയിക്കാറുണ്ട്. നിനക്ക് കിട്ടിയത് ഇതൊന്നുമില്ല. ഞാനിപ്പോട്ടെ കണക്ക് പറഞ്ഞാൽ ഈ രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ. ഇതിലെല്ലാത്തിലും ചേച്ചി ഒന്നുണ്ടോ ഇതിലൊക്കെ ഉണ്ട്. അത് പൗളാണ്. അത് പിന്നെ അപ്പടിയാ പൗളാണ്. ഇതിലൊരു രീതിയിൽ കളിക്കാൻ പറ്റില്ല. അപ്പടി പൗളാണ്. അത് തന്നെ പൗള പതിനെട്ട് വല്ല കാര്യം. അപ്പൊ പൗളല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. കൂടിനടുത്ത് നീ തീർക്കൂ, ഞാൻ തീർക്കൂ. അപ്പോൾ തീർക്കണ്ട. അവർക്ക് കൊച്ചു കൊടുത്തേ അല്ലെ കൊച്ചു കൊണ്ടേക്ക് നാളെ കഴിക്കാം. അല്ല എടാ ഇപ്പൊ കഴിക്കണ്ട. ഇതിപ്പോ അഞ്ചെണ്ണം കഴിച്ചില്ലേ, ഇപ്പൊ കഴിക്കണ്ട. കൊച്ചു കൊണ്ടേക്ക് നാളെ കഴിക്കാം. നീ പോയിട്ട് വരുമ്പോ എല്ലാം ഒന്നിച്ച് കഴിക്കില്ലേ സംഗതി കേട്ടാ. കൊല്ല അമ്മേ നീയിപ്പോ വെള്ളം കുടിക്കില്ല കേട്ടോ കൊച്ച. വെള്ളം കുടിക്കരുതോട്ടാ. നിർത്ത ഇതുണ്ടല്ലോ പറയാം. എന്റെ ചരിത്രത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് 5 സ്പൂൺ ഞാൻ ഐസ്ക്രീമും സിപ്പൊന്നും ഇഷ്ടമല്ല. ടാസ്ക് ചലഞ്ച് വെക്കാന്നും പറഞ്ഞു. പിന്നെ നമ്മളിനി നെയിം ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ കണ്ടൊരു വീഡിയോ യൂട്യൂബിനകത്ത് നമ്മൾ നെയിമിന്റെ ഫസ്റ്റ് ലെറ്ററിലുള്ള ഫുഡുകൾ കൊണ്ടുവച്ച് കഴിക്കുന്നത്. അത് നെയിമിങ്ങനെ മുകളിൽ എഴുതി വെക്കും. എന്നിട്ട് ആ നെയിമിന്റെ ഇപ്പൊ ആൻസ് എന്നാണെങ്കിൽ എ കൂട്ടിയുള്ള ഫുഡ്, എ കൂട്ടി എന്നെ ഉള്ള എ ഫോർ ആപ്പിള്, ആപ്പിള് കഴിക്കും. പിന്നെ എന്നിന് ഓരോ ഫുഡ് കഴിക്കും എന്നിന്റെ പേരില്. പിന്നെ എന്നാണെങ്കിൽ വേറൊരു ഫുഡ് കഴിക്കും. പിന്നെ എസിന്റെ പേരുള്ള ഫുഡ് കഴിക്കും. ഞാൻ ആദ്യം പറഞ്ഞൊരു 10-25 ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കാന്ന് വെച്ചോ. ഞാൻ ഒരെണ്ണം രണ്ടെണ്ണത്തിൽ കൂടുതൽ അതാണ് ഞാൻ തിന്നും. ഞാൻ ഫസ്റ്റ് കഴിക്കും. ഇത് തിന്നൂല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ
നമ്മുടെ ഇതിന് നമ്മുടെ ആൻസ് ജയിച്ചു. അപ്പൊ ആൻസിന് നാളെ ചോക്കോബാർ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അല്ലടാ ഓ എന്ത് ഉറക്കത്തിൽ ചലഞ്ച് എടുത്താ വിളിച്ചോണ്ട് വന്നതാ. സമ്മാനം കൊണ്ട് പോയി പെണ്ണെ കൊണ്ട് പോയത് മണ്ണും പെണ്ണെ കൊണ്ട് പോയതാ. അതുകൊണ്ട് ഇന്നത്തെ ഇത് അപ്പൊ ഇനി നമുക്ക് കപ്പയൊക്കെ പൊടിച്ച് തിന്നാവേ. അപ്പൊ നമ്മുടെ മീൻകറി എന്തോരം ആയി പോയി നോക്കാം. ചലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കില് ചലഞ്ച് ഇനിയും നമ്മള് ചലഞ്ച് വീഡിയോ കൊണ്ട് വരും കേട്ടോ. ഇനി വേറെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ചലഞ്ച് വീഡിയോ കൊണ്ട് വരും. പുതിയ പുതിയ ഐറ്റങ്ങളായിരിക്കും കേട്ടോ. അത് തന്നെ പുതിയ ഐറ്റം ഒക്കെ ആയിട്ട് വരും. പിന്നെ ചേട്ടൻ എനിക്ക് നല്ല ഫോണൊക്കെ വാങ്ങിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മള് പോയിട്ട് വലിയ 1.25 ലക്ഷത്തിന്റെ ഒക്കെ ഫോണൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ചേട്ടൻ എനിക്കത് വാങ്ങിത്തരും എന്നൊക്കെ പറഞ്ഞപ്പോ മുഖക്കൊന്നും മാറിയില്ല. അപ്പൊ എല്ലാരും പറയും നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവാന്ന്. ചേട്ടന്റെ ഫോണിലെടുക്കുന്നതിനെല്ലാം ക്ലാരിറ്റി ഉണ്ട്. എന്റെ ഫോണിലെടുക്കുമ്പോഴാട്ടോ എന്റെ ഫോൺ അപ്പടി ഡിമ്മായിട്ടിരിക്കുക. അപ്പൊ ഞാൻ വേറെ ഫോൺ വാങ്ങുമ്പോ ഈ ഫോൺ വീട്ടിലേക്ക് വെക്കും ഇവനെ വിളിക്കാനില്ലേ. ഭക്ഷണം കഴിക്കാൻ പറ്റും പറയാട്ടോ. ബാക്കി കഴുകണം ഇങ്ങനെ കുനിച്ചു വെക്കും. എടുത്തോണ്ട് വരാം. പിന്നെ വെറുതെ ഇരിക്കുന്നതിനാണ് ഇതിപ്പോ ഓണാണോ? എന്തോ പല വയസ്സും പ്രായമൊക്കെ ആയില്ലേ? വയസ്സും പ്രായമൊക്കെ പറയുന്നത് വയസ്സ് 40 ആയില്ലേ? അതനുസരിച്ച് പ്രായം കൂടിയില്ലേ? എനിക്കങ്ങനെ കുഴപ്പമില്ല. 10-18 വയസ്സായിരുന്നു. നീ 40 വയസ്സായി. 38 വയസ്സായുള്ള യുവാവേ എനിക്കെല്ലാം ചെയ്തു തരാമോ? താട്ടുന്നോ? അതെന്ത് ഭാഷയായി താട്ട്? കപ്പ തരൂ. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണേ. കപ്പ പുഴുക്കും മീൻ കറിയും പിന്നെ മീൻ വറുത്തത്. മീൻ വറുത്തത് ഇനി ഓർമ്മ കേട്ടോ. ഐസ്ക്രീം ദോശ യുവാവ് ഇത്ര കഴിക്കുവോ? ഞാൻ ഒത്തിരി ഒന്നും ആഹാരം കഴിക്കില്ല. ഞാൻ ഇച്ചിരി ആഹാരം കഴിക്കാറുള്ളത്. വെള്ളം കുടിക്കും. ആ വെള്ളം കുടിച്ചതിന്റെ അർത്ഥം ആദ്യം ഐസ്ക്രീം അല്ല സിപ്പ് തിന്നില്ലേ, അതങ്ങ് പോട്ടായ കൊടുത്ത അത്തിക്കറി പോട്ടെ. അവര് വിളിച്ചാറേ മതി. താങ്ക് യു. എനിക്ക് വേണം. ഇനി കൂടെ ഞാൻ ഇടൂല. എനിക്ക് മീൻകറി ഉണ്ടേ. പിന്നെ ചാറ് വേണോ? എല്ലാം കൂട്ടി പഠിക്കണം. ഒരു തുള്ളി വേണമെങ്കിൽ മുക്കി തിന്നോ. നീ വറുത്ത് വേണമെങ്കിൽ ആർക്ക് വേണേലും എടുക്കാം കേട്ടോ. വേണോ? ജുവാവിന് വേണോ? അപ്പൊ നമ്മൾ കഴിക്കട്ടെ. നമ്മുടെ വീഡിയോ ഈ ഫാനിന്റെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കാൻ പാടാം. ഇപ്പൊ തന്നെ അതാക്കാം. ഭയങ്കര സൗണ്ടാ, നോയിസ് ഭയങ്കരാന്ന് എല്ലാരും പറയും. അപ്പോ നമ്മള് കഴിച്ച് കിടന്നുറങ്ങട്ടെ. അരി അടുപ്പത്തിട്ടേക്കോ നാളത്തേക്ക് വേണ്ടിയിട്ട്. ആ കാര്യം എന്നെ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കണം. ബിക്കോസ് ഞാൻ മറന്നു പോകും. ഒത്തിരിയായി. അഞ്ച് സിപ്പപ്പ് കഴിച്ചിട്ട് ഇരിക്കുവ രണ്ടുപേരും ഇങ്ങനെ.
സമ്മാനം പോയി. ഞാൻ എന്നെ തലക്കിട്ട് പൊട്ടിയതുപോലെ ആയി. ഞാൻ തണുപ്പങ്ങനെ നിന്നപ്പോ എന്ത് തീർച്ചയാണെന്നറിയോ ഞാനാ ഈ ഐഡിയ പറഞ്ഞത്. അവസാനം ഞാൻ കഴിച്ചില്ല. പണ്ട് ഓർക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മള് വലിയ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്ന് കഴിച്ച ഇവനെ നീയാണ് ജയിച്ചതാ. ബാസ്കി വരെ കൂടി. ബാസ്കി തരുതരേത് നിന്നിട്ട് ഓടി വരും. എന്നിട്ട് എനിക്ക് തരാൻ പറയും. അവ പെട്ടെന്ന് തിന്നാതെ. അതിന് ഭയങ്കര ഇഷ്ടം ഐസ്ക്രീം തിന്നണ. അപ്പൊ ബാസ്കുവിന് ഫുഡൊക്കെ കൊടുത്തു. ഇറച്ചിയൊക്കെ ഇട്ട് കുഴച്ചൊക്കെ ആട്ടോ. ചാറ് ഇറച്ചിയൊക്കെ ചേട്ടൻ സെപ്പറേറ്റ് വാങ്ങി വേവിച്ച മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പൊന്നും ചേർത്തില്ല കേട്ടോ. വേവിച്ച ചോറിൽ കുഴച്ചു കൊടുത്തേക്കും. അത് ഒരു തീറ്റ നിന്നിട്ട് അവിടെ കിടപ്പുണ്ട്. ഇന്ന് ബൊമ്മാസിന്റെ അടുത്ത് പെടക്കോഴി കയറി അവിടെ കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇവരെയൊക്കെ. അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരു സൈനിങ് ഓഫ് വിത്ത് ഡ്രീംസ്. ബൈ.